ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാൻ, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്നവരോട് കോപത്തോടെ സംസാരിക്കും. ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണെൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. സുപ്രഭാതം. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഊന്നിപ്പറയുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 2-ാം സങ്കീർത്തനം. ദൈവജനത്തിൽ നിന്നും ദൈവത്തിന് ഇഷ്ടമുള്ളവരെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നു, അഭിഷിക്തരാക്കുന്നു. അവർക്കെതിരെ സംസാരിക്കാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത്? ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? ഓരോ നിയോഗങ്ങൾ, ദൈവത്തിൻ്റെ നിയോഗങ്ങളെ ഈ ഭൂമിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നും തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്, മോശയെ തിരഞ്ഞെടുക്കുന്നുണ്ട്, നോഹയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ദൈവത്തിന്. അബ്രാഹത്തിലൂടെ തൻ്റെ ജനത്തെ, അല്ലെങ്കിൽ അബ്രാഹത്തിലൂടെ ഒരു ജനതയെ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മോശയിലൂടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു നിയോഗം ഏൽപ്പിക്കുന്നു. മോശ പറയുന്നുണ്ട്, ഞാൻ വിക്കനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കേണ്ടതെന്നും എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്നും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ ദൈവം മോശയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നോഹയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രളയം വരുമ്പോൾ അതിൽ നിന്ന് ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പെട്ടകം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നോഹയെ ദൈവം തിരഞ്ഞെടുത്തത്. നിരാശപ്പെട്ടു പോയ ഒരുപാട് സമയങ്ങളുണ്ട് നോഹയുടെ ജീവിതത്തിൽ. പക്ഷെ പ്രത്യാശയുടെ ഒരു മഴവില്ല് കാട്ടിക്കൊണ്ട് അവനെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിനു വേണ്ടി ഓരോ നിയോഗങ്ങളുമായിട്ട് ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തവർക്കെതിരെ സംസാരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. കാരണം സകല അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ് ഞാനും നിങ്ങളും. വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. ജൈറോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ജൈറോസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ ക്രിസ്തു പോകുന്ന വഴിയിൽ ജൈറോസ് തൻ്റെ സേവകരെ വിട്ട് പറയുന്നുണ്ട്, അവൾ മരിച്ചുപോയി, ഇനി അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം അവന് ഉറപ്പുണ്ട്, ഈശോ ഒരു വാക്കുച്ചരിച്ചാൽ അവൾ സുഖം പ്രാപിക്കും. എന്നിട്ട് ആ ജയറോസ് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടതാണ്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു,
വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് നീ അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ മകള് സുഖം പ്രാപിക്കുമെന്ന് ക്രിസ്തുവിനോട് പറഞ്ഞു വിടുന്ന ജൈറോസ്. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്. ദൈവം എന്ന് പറയുന്ന പരമാധികാരി നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ നമുക്കൊക്കെ അധികാരങ്ങൾ തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ, ഇതിൽ സർവ്വ സൃഷ്ടജാലങ്ങളുടെ മേൽ അധികാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അധികാരം വിനിയോഗിക്കേണ്ടത് ശുശ്രൂഷയുടെ മനോഭാവത്തിലൂടെയാണെന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തു തൻ്റെ അധികാരം വിനിയോഗിച്ചത് ചില ചട്ടങ്ങളും ക്രമങ്ങളും നടത്തിയിട്ടല്ല, മറിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്, പാദങ്ങളോളം താഴ്ന്നിറങ്ങിക്കൊണ്ട്, തന്നെ മുറിച്ചു വിളമ്പിക്കൊണ്ട്, നിങ്ങളും ഇതുപോലെ ചെയ്യുവിൻ. ഈ ശുശ്രൂഷയുടെ മനോഭാവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. സങ്കീർത്തകനും പറഞ്ഞു വെക്കുന്നത് ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ നാം എപ്പോഴും ആദരിക്കണം, ആ അധികാരത്തോട് ചേർന്ന് നിൽക്കണം. ദൈവം പറയുന്നു, നീ എൻ്റെ പ്രിയപുത്രനാണ്. വളരെ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നീ എൻ്റെ പുത്രനാണ്. എത്ര അർത്ഥവത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പദമാണ്, നീ എൻ്റെ പുത്രനാണ്. ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത്? ദൈവം തന്നെ നമ്മെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, നീ എൻ്റെ പുത്രനാണ്. ഈ പുത്ര സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ ഈ പുത്രൻ്റെ അധികാരം നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നു. അത് അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ നിയോഗത്തെ സാധ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ ആ സാധ്യതകളിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നതാണ്. നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മാത്രമേ നമുക്കിതിനെ കാണാനായിട്ട് കഴിയൂ. കാരണം ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വർഗം തുറന്ന് ഒരു അരുളപ്പാടുണ്ടാവുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ്റെ പ്രസാദം എപ്പോഴും നമ്മുടെ ജീവിതത്തിന് മേലുണ്ട്. നമുക്കങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയണം. ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ദൈവത്തിൻ്റെ പുത്രനാണ്, അതോടൊപ്പം തന്നെ അവൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിന്മേലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുകയും നമ്മൾ സങ്കടപ്പെടുകയും ചെയ്യുന്നത്? കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ നമുക്ക് ഒരു കുറവുണ്ടാവുകയില്ല. 23-ാം സങ്കീർത്തനം പറയുന്നത് തന്നെയാണ്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിലേക്ക് നമ്മെ നയിക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ സമൃദ്ധിയിലേക്ക് എപ്പോഴും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം എന്തിന് ഭയപ്പെടണം? അതുപോലെ തന്നെ ഈ അഭിഷിക്തത്തിനെതിരെ നാം സംസാരിക്കുമ്പോൾ, ഈ അധികാരത്തിനെതിരെ നിൽക്കുമ്പോൾ അവിടുത്തെ ക്രോധം നമ്മുടെ മേൽ നിപതിക്കുമെന്നും സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നാം എല്ലാവരും ഈ അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴ്പ്പെട്ടവർ. അങ്ങനെ ആ കീഴ്പ്പെട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമായിട്ട് തീരുക. നമ്മുടെ സാധാരണ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലും നമുക്കിത് കാണാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബജീവിതത്തിൽ പരസ്പരം ശുശ്രൂഷയുടെ മനോഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തോരം അനുഗ്രഹമായിരിക്കും നമുക്ക് ലഭിക്കുക. മറിച്ച് നമ്മുടെ അധികാരം, ഭർത്താവ് എന്ന അധികാരം വിനിയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ ഭാര്യ എന്ന അധികാരമാണ് നാം വിനിയോഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാകില്ല, തളർച്ചയേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മക്കളെന്ന അധികാരം പ്രയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ അധികാരം നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് തളർച്ചയുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ തളർച്ചയിലേക്കല്ല, മറിച്ച് ഉയർച്ചയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്കും ഈ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും. സങ്കീർത്തകൻ അതുതന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാക്കും. അപ്പോൾ എല്ലാ അധികാരവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം
പോസിറ്റീവായിട്ട് വിനിയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് വന്നു ഭവിക്കുക. ഈ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ സങ്കീർത്തകൻ പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് അധികാരത്തിന് മറുതലിച്ച് നിൽക്കാനല്ല, അധികാരത്തോട് ചേർന്ന് നിൽക്കാൻ, ശുശ്രൂഷയുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ കൂടി സ്വന്തമാക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ കൂടുതൽ വിശുദ്ധിയിൽ മുന്നോട്ട് പോകാൻ ഈ സങ്കീർത്തക വചനങ്ങൾ നമുക്ക് പ്രേരണയാകട്ടെ. എൻ്റെ വിശുദ്ധമായ പർവ്വതമായ സിയോനിൽ ഞാനാണെൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളിച്ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്കായിരിക്കാം. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. എത്രയോ ശ്രേഷ്ഠമായ വചനമാണ്. ദൈവത്തിൻ്റെ പുത്രരാണ് എന്നുള്ള വലിയ പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പരം എന്തു മഹത്വമാണ് നമുക്ക് ലഭിക്കാനുള്ളത്? ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന് തെളിവാണിത്. ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. ഈ ഒരൊറ്റ വാക്കുമതി നമ്മുടെ പരാതികളൊക്കെ കുറയാൻ. കാരണം ദൈവം നമ്മെ വിലമതിക്കുന്നു, ശ്രേഷ്ഠമായി കരുതുന്നു. ദൈവമൊന്ന് ശകാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ, ക്ഷീണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തൻ്റെ അധികാരം ഒരിക്കലും നമ്മെ നശിപ്പിക്കാനല്ല, ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട് അവൻ വിനിയോഗിച്ചു. ശുശ്രൂഷയുടെ മനോഭാവം നമുക്ക് കാണിച്ചു തന്നു. പാദങ്ങൾ കഴുകിക്കൊണ്ട് തന്നെ വെറുമയാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു. നീ എൻ്റെ പുത്രനാണ്, നീ എൻ്റെ പുത്രിയാണ്. ആ ഒരു വലിയ സൗഭാഗ്യം നമുക്ക് നൽകിയിരിക്കുന്നു. ആ സൗഭാഗ്യത്തിൽ നമുക്ക് ജീവിക്കാം, കൂടുതൽ നന്മയുള്ളവരായിട്ട് മാറാം. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ ഈ ഒരു അധികാരം നമുക്ക് വിനിയോഗിക്കാം. നാം എല്ലാം ദൈവത്തിൻ്റെ പുത്രരാണ്. ഈ ഒരൊറ്റ ചിന്ത മതി നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് തീരാൻ. ആമേൻ. ഇരുമ്പു ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ, വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിനു ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ.